ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ കൺസ്ട്രക്ഷനാണ്. അതായത് പെരിമീറ്റർ 15 സെൻറ്റിമീറ്ററും സൈഡ്സിനെ 3:4 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു റെക്റ്റാങ്കിളിനെയാണ് വരയ്ക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വലാണ്, മറ്റേ രണ്ട് സൈഡും ഈക്വലാണ്. അപ്പോൾ നമുക്കിവിടെ സ്ക്വയർ വരച്ചതുപോലെ റെക്റ്റാങ്കിളിനും രണ്ട് സൈഡ് കിട്ടിയാൽ മതി. രണ്ട് സൈഡ് കിട്ടിയാൽ ബാക്കി മറ്റേ രണ്ട് സൈഡും കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ തന്നാലും നമ്മൾ അതിൻ്റെ പകുതിയായ 7.5 എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം 7.5 എടുക്കുന്നു. അപ്പോൾ ഇതാണ് 7.5. ഇനി പെരിമീറ്റർ 15 ആണ്, അതിൻ്റെ പകുതി 7.5 എടുത്തു. ഇനി റേഷ്യോ തന്നിട്ടുണ്ട്, സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 3:4 എന്ന്. അപ്പോൾ 3 + 4 എത്രയാണ്? 7 ആണ്. ആ 7 നമ്മൾ എടുക്കുക. 7 എടുക്കുമ്പോൾ ഈ 3ഉം 4ഉം ആയിട്ട് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ സെറ്റ് സ്ക്വയർ ഏത് സൈഡിന് പാരലായിട്ടാണോ വരയ്ക്കേണ്ടത് അതിലേക്ക് സെറ്റ് സ്ക്വയറിനെ ചേർത്ത് വെക്കുകയും സെറ്റ് സ്ക്വയറിലേക്ക് സ്കെയിലിനെ ചേർത്ത് വെക്കുകയും ചെയ്യുക. എന്നിട്ട് സ്കെയിലിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് സെറ്റ് സ്ക്വയറിനെ പതുക്കെ മൂവ് ചെയ്യുക. ഇപ്പം നമ്മൾ പാരലൽ ലൈൻ വരച്ചു. അതായത് ഇവിടെ 3:4 കട്ട് ചെയ്തത്. അപ്പോൾ ഇതിനെ ഈ 7.5നെയും 3:4 കട്ട് ചെയ്യും. അപ്പോൾ ഈ 4 എന്നുള്ളത് നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. ഇവിടുത്തെ 4 3:4 റേഷ്യോയിലെ ആ വലിയ ഭാഗം ലെങ്ത്തും മറ്റേതിനെ ബ്രെഡ്ത്തുമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ കോമ്പസിൽ നമുക്ക് ബ്രെഡ്ത്തിനെയോ ലെങ്ത്തിനെ ഏതിനെ എടുത്താലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ ബ്രെഡ്ത്ത് എടുത്തു, അതിനെടുത്ത് താഴോട്ട് വരച്ചു. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ്. അപ്പോൾ അതേ ലെങ്ത് തന്നെയാണല്ലോ ഇവിടെയും വരുന്നത്. ഇനി റെക്റ്റാങ്കിളിനും നമുക്കറിയാം ആംഗിൾസ് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചോ സ്കെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വേണമെങ്കിൽ 90 ഡിഗ്രി കറക്റ്റായിട്ട് വരയ്ക്കാം. ഇനി ഈ ലെങ്ത്ത് തന്നെയായിരിക്കും നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത്. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കൺസ്ട്രക്ഷനൊക്കെ നല്ല രീതിയിൽ പഠിക്കണം. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്.